കരിനീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘത്തിൽ തൊട്ട് എവിടെ പോയി കുത്തിരിക്ക? ഓ നമ്മൾ ഓടിയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് അസയ്യാ തന്നെ എണീക്കട്ടെ മനുഷ്യ. നിങ്ങക്ക് കട്ടൻ ചായക്കല്ലേ, ഇതപ്പൊ കൊണ്ടുവരാ. സേനു, കട്ടൻ മാത്രം പോരട്ടോ, ഈ നല്ല പാലാർന്ന ചായ ആയിക്കുള്ള നല്ല കടിയൊക്കെ ഉണ്ടാക്കിക്കോ. നമ്മളെ മാധവ അങ്ങോട്ട് വരും. മാധവേട്ടനെ വൈക്ക് കണ്ടിട്ടിപ്പോ കുറച്ചായല്ലോ. എങ്ങട്ടപ്പൊ രണ്ടാളും കൂടി? പൂക്കോട്ടൂർക്ക് ഇന്നേ കാളോട്ടാ ഒരു ഇഞ്ഞ മത്സര. നമ്മളെ മുട്ടൂരിന്ന് സൈനുദ്ദീന്റെയും പെരുമ്പിലെ ത്രാക്കിട്ടൊക്കെ നല്ല കാളക്കമ്മന്മാരാന്ന് കളത്തില്. പൂക്കോട്ടൂര് എത്തണ്ടേ? അല്ലേ അമ്മക്ക് നിങ്ങളെ കൂടെ ഒന്ന് പോരേനി. പണ്ട് പെരുമ്പലത്തെ കാളോട്ടിന് എന്റെ ഉപ്പന്റെ കൈയും പിടിച്ച് കാണാൻ വന്നതൊക്കെ ഓർമ്മയുണ്ട്. എന്ത് രസേനി. ആ സൈന, ഈ ചായയും കടിയൊക്കെ റെഡിയാക്കുമ്പോഴേക്ക് നമ്മളൊന്ന് നിസ്കരിച്ചാട്ടെ. ലക്ഷ്മി, നീ വാതില് ചാരിക്കാടാ, ഞാനൊന്നേ പുറത്തേക്ക് ഇറങ്ങാട്ടോ. അല്ലാന്നേ, ഇങ്ങനെ ഈ വയ്യാത്ത കാലം വെച്ച് വടിയും കുത്തിപ്പിടിച്ച് കാലത്ത് തന്നെ ഇത് എങ്ങോട്ടാ? എന്റെ ലക്ഷ്മിയെ, ഇത് ഏത് ലോകത്താ? ഇന്ന് നമ്മളെ പൂക്കോട്ടൂര് കാളൂട്ടല്ലേ? ഈ ഒടിഞ്ഞ കാലം കൊണ്ട് നിങ്ങള് കാളോട്ടിന് പോവുകയാണോ? എന്റെ പെമ്പ്രന്നോളെ, അതിന് ഞാൻ എന്റെ കാലോണ്ടല്ലല്ലോ കൂട്ട് കാണുന്നത്, എന്റെ കണ്ണോണ്ടല്ലേ. ആണ്ടിലൊരിക്കല് കാണാൻ കിട്ടണ ഉത്സവ. എന്റെ കാലിന് വയ്യെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാല് അടുത്ത കൊല്ലം കൂട്ടുണ്ടാവുമോ? ഇനി ആരൊക്കെ ദുനിയാവിലുണ്ടാവും തന്നെ ആർക്കപ്പ അറിയാം. ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ ഇഷക്കുട്ടിനെയും ജിഷ്ണുനെയും കൊണ്ട് മൂത്തത്തിന്റെ കുടിക്കൊന്ന് വാട്ടോ. എന്നാ ഞാൻ പോയി വരാം. എന്നാ ആയിക്കോട്ടെ. കാളോട്ടെന്ന് പറഞ്ഞ മരിക്കണ മനുഷ്യന്മാരോട് ഞാനിപ്പോ എന്താ പറയാ? അതിന്റെ മുഹബത്ത് പനക്ക് പറഞ്ഞാ മനസ്സിലാവൂല എന്റെ ലക്ഷ്മിയെ. നീ ആ കുട്ടികളെ പറഞ്ഞയക്കാൻ മറക്കണ്ടേ. ആ പോലെ ഞാൻ പറഞ്ഞയക്കാം. പിന്നെ നിങ്ങള് അപ്പൊ ഉച്ചക്ക് ചോറിന് ഇങ്ങോട്ടും ഉണ്ടാവില്ലേ? ഇല്ല, അതെനിക്കറിയില്ല ലക്ഷ്മിയെ. എന്റെ മൂസന്റെ പെരെ പോയാല് പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാതെ അവിടുന്ന് വീട്ടിൽ പോകുമ്പളെ. എന്നാ ഞാൻ വരാം. മൂസേ. ആ മാധവാ, വാ വാ. ഇതെന്ത് ഈ 1.5 കാലം വെച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തിയല്ലോ. നല്ലൊരു ചങ്ങായി, എനിക്ക് ഈ കാളൂട്ടിന്ന് കേട്ടപ്പോ പിന്നെ ഉറപ്പൊന്നുമില്ലേ? ആ നല്ല ആളാ പറയണേ. മാധവേട്ടാ, ഇവിടെ ഒരാഴ്ച ആയിട്ട് ഒരാള് കാളോടെ കൂടെ പായണേ. ഞാനേ നേരത്തെ ഇങ്ങോട്ട് പോന്ന തന്നെ. എന്നോട് കുറച്ചു നേരം മുണ്ടി പറഞ്ഞൊക്കെ ഇരിക്കല്ലോ. അതേതായാലും നന്നായി. പിന്നെ മോളെ കുട്ടികളും ഇവിടെ ഉണ്ട് അവിടെ. അവരിപ്പം ഇങ്ങോട്ട് വരും. നമുക്കേ കാളൂട്ടിന് ഓലെ കൊണ്ടുപോകട്ടോ. ആ അതിനെന്താ, ഓരോടി പോന്നോട്ടെ. നമ്മളെ കാലം പോലല്ലല്ലോ. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇനി എവിടുന്നാ കാണാൻ കിട്ടുക? മാധവേട്ടാ, ലക്ഷ്മിക്കും കുട്ടികൾക്കൊക്കെ സുഖല്ലേ? ആ മോള് കുട്ടികളും ഇവിടെ ഉണ്ട്. 2 ദിവസമായി വന്നിട്ടേ. സ്കൂള് പൂട്ടല്ലേ. ഞാൻ ഓരോടും പറഞ്ഞിട്ടുണ്ട് പോരാന്, കാളൂട്ട് കാണാന്. ചിലപ്പോ 2 ആളും കുട്ടികളെ കൂട്ടി ഇങ്ങോട്ട് വരും. അല്ലോയ്, ഓരും വരുന്നുണ്ടോ? എന്നാ ഞമ്മക്കും പോരേനി. പക്ഷെങ്കിൽ ഇവിടുത്തെ പണിയും സൗകര്യവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാ? മാധവസേട്ടാ, സുഖമാണോ? ആ സുഖം. അല്ല മോമിനെ, രാവിലെ തന്നെ എന്താ ഒരു ബ്രഷൊക്കെ ആയിട്ട് എന്താ പണി? ആ ചേട്ടാ, അതെ, ഞാൻ അവിടെ മാരാള വാളിക്കാൻ പോവാ. മാരാള വിളിക്കാനോ? അതേ മാധവാ, ഞാൻ അവനോട് ആ തെക്കേ മുറിലെ മാറാലൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ പറഞ്ഞിരുന്നു. അതിനുള്ള പോക്കാ. അതെ മാധവേട്ടാ, ആ ചെക്കനുള്ളോണ്ട് എനിക്കിപ്പോ നല്ലൊരു ആശ്വാസാ. പക്ഷേങ്കില് അവനോട് ആംഗ്യ ഭാഷ പറഞ്ഞ് ഞാനിപ്പം കഥകളിയൊക്കെ നല്ലോണം കളിച്ചു. സൈനത്താ, ആ ലക്ഷ്മിയെ, കൊറേ ആയല്ലോ കണ്ടിട്ട്. വരി മുത്തശ്ശാ.
ആ മോളെ ഇവിടെ വാ. എന്തൊക്കെയുണ്ട് എന്റെ വിശേഷം? സ്കൂളിലൊക്കെ പോണില്ലേ രണ്ടാളും? ഇല്ല. ഇല്ലേ? അതെന്താ? അയ്യേ, അതിനിപ്പോ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ലീവല്ലേ. ശരി, അല്ല ഞാൻ മുത്തശ്ശ, ഇവിടുത്തെ മൊയ്മീനങ്കൾ എവിടെ? മൊയമീനങ്ങളല്ല മോളെ, മൊമീൻ. മൊയ്മീൻ. മാധവ, അനക്ക് കുട്ടികളും എനിക്ക് ഈ ബംഗാളിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വയസ്സുകാലത്ത് നല്ല നേരം പോക്കല്ലേ? ശരി എന്നെ മൂസ ഈ പറഞ്ഞത്. സത്യത്തിൽ ഇന്നലെ എനിക്ക് ഉറക്കം കിട്ടിയില്ല. എത്ര കാലമായി നമ്മൾ ഇതുപോലൊരു കൂട്ടൊക്കെ ഒന്ന് നേരിൽ കണ്ടിട്ട്. മാധവ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇല്ലാതായി പോയില്ലേ? അന്ന് ഇന്ത്യയൊക്കെ ചെറുപ്പക്കാലത്ത് എന്തൊക്കെയായി നമുക്കൊക്കെ ആഘോഷിക്കാൻ? രാവിലെ ഉത്സവം, പൂരപ്പറമ്പ്, കൊണ്ടോട്ട് നേർച്ച, സ്കൂൾ കൂട്ടിന് മേലെ പോയാലെ കുളത്തിലുള്ള ചാടിക്കുഴി, നീന്തൽ മത്സരം, അങ്ങനെ എന്തൊക്കെ. മൂസേ, അനക്ക് ഓർമ്മണ്ടോ പണ്ട് നമ്മള് രണ്ടാളും കൂടി കൊണ്ടോട്ടേർച്ചയും കഴിഞ്ഞ് പാതിരാക്ക് ബസ്സും കിട്ടാതെ നടന്ന് കുഴങ്ങി വരുമ്പോ ആ കൊട്ടപ്പത്താവ് വളവിൽ വെച്ചിട്ട് രണ്ട് നായ്ക്കള് ബാക്കിൽ ഓടിയത്? പിന്നല്ലാതെ, ജീവനും കൊണ്ട് ഓടിയിട്ട് 2 ദിവസം കഴിഞ്ഞ നമ്മൾ രണ്ടാളും നമുക്ക് കാണണേ. അപ്പാ ചെങ്ങായിമാര് രണ്ടാളുണ്ടല്ലോ. മാധവേട്ടാ, നിങ്ങളെപ്പോ വന്ന്? ഞാൻ കുറച്ചേരായി ചാത്തു. അല്ല, നീ എവിടേക്കാ പോണേ? ആ, ഇന്നേ കുട്ടിസാക്കാന്റെ പറമ്പിലാ വലി, അവിടേക്കാണ്. അല്ല ചാത്തോ, ഇത് ഇപ്പോഴും ഈ പഴയ തലക്കും കൊണ്ടാ നടക്കണേ? എനിക്ക് തെങ്ങുമ്പോ കയറുന്ന കുന്ത്രാണ്ടൊക്കെ ഒന്ന് വായിക്കൂടെ? അപ്പോ നമ്മക്കൊന്നും വേണ്ടേ? അതെ മൂസ, ഓരോ വാങ്ങിന് ഈ പറഞ്ഞ ആ കുന്ത്രാണ്ടം. എന്നിട്ടെന്താ, വാങ്ങിയ പിറ്റേന്ന് തന്നെ അതുമായി തെങ്ങുമ്പോ കയറിയതാ. പിന്നെ വൈകുന്നേരം നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ വന്ന അതുകൊണ്ടാണ് താഴത്തേക്ക് ഇറക്കിയത്. അതോടെ ആ പരിപാടി ഞാൻ നിർത്തി. അല്ല ചാത്തോ, അപ്പൊ ഈ അയിമ കേറാനേ പഠിച്ചിട്ടുള്ളൂ, ഇറങ്ങാൻ പഠിച്ചില്ലേ? അയ്യോ, ആ കൊന്ത്രാണ്ടൊന്നും ഞമ്മക്ക് താങ്ങൂല ആചാരെ. അല്ല മൂസേ, എന്നാ നമുക്ക് പോവല്ലേ? അവിടെ 10 മണിക്ക് തുടങ്ങും. ആ, എങ്ങട്ടാപ്പൊ രണ്ടാളും കൂടെ? നമ്മള് പൂക്കോട്ടൂർക്കേ, ആളൂട്ടാന്നവിടെ. എന്താ അജി പോരണോ? അപ്പോ ആ മത്സരല്ലേ, പിന്നെ നമ്മളില്ലാതെ തെങ്ങുമ്മ കേരളത്തെ നമുക്ക് പിന്നെ ആക്കാലോ. കൊമ്പന്മാരുടെ പർത്തിക്കല് പിന്നെ കാണാൻ പറ്റുമോ? കുട്ടികളെ, എന്നാ വേഗം കണ്ട് പോരി. ആയിക്കോട്ടെ ലക്ഷ്മി, നമുക്കിന്നാ പിന്നെ കാണാം. അപ്പളേ എല്ലാരും കണ്ടില്ലേ? ഇതൊക്കെ അല്ലേ നമ്മൾ ആസ്വദിക്കേണ്ടത്, നമ്മളെ കുട്ടികളെ കൂട്ടിക്കൊണ്ടേ കാണിക്കേണ്ടത്. ഏറെ വന്ന് കൂടി കേമന്മാരായുള്ള കാളക്കൊമ്പന്മാരും കൂടി കേട്ടുകൊള്ളിൻ കാളകൂട്ടൻ ആഘോഷത്തിൻ ചേരി കേളി കേട്ട പൂക്കോട്ടൂരിൽ ഞാനൊരിക്കൽ പോയി. വിണ്ടിടാനുണ്ടനവധി തരമേ കണ്ടിടാം പൂട്ടതു ബഹുരസമേ കുണ്ടാമണ്ടിക്കാർ ചിലർ വരുമേ കണ്ടം ചുറ്റി പായിണഹരമേ. ഉയർന്നാനേ ജനം ചെരി തീരിഞ്ഞാനേ. വിളിച്ചവർ ചളി തെറിപ്പിച്ച് നെട്ടോട്ടം പാഞ്ഞാനേ. ആളെ തിക്കി തിരക്കിക്കൊണ്ടൊരു കൂട്ടർ മുമ്പോട്ട് വന്നാനേ.
കണ്ടൂരൊന്നും കൊണ്ടൂരൊന്നും എത്തിയിട്ടുണ്ട് കാളക്കാർ പാണ്ടിക്കാട്ടെ പേര് കേട്ട കാളക്കാരൻ മരക്കാർ കൊണ്ടോട്ടിക്കാർ പട്ടുമാടൻ കൊണ്ടുപോകുമെന്നൂരത്താർ തുടർന്നാണ് കേളിക്കാരും നീരന്താനേ മമ്പാട്ടുന്നുണ്ടൊരു കൂട്ടം തടിയെരുതിക്കാനായി വന്നേ മഞ്ചേരിക്കാർ കുറുമ്പുള്ള കൂട്ടര് കൂട്ടത്തോടെ നിന്നേ അമ്പന്മാരായി ചിലരൊക്കെ മുന്നിൽ ഊറ്റം കാട്ടിച്ചെന്നേ മുമ്പന്മാരിൽ ചിലരെ കൊണ്ടോട്ട് മാലയുമായി നിന്നേ വെള്ളിയഞ്ചേരി പുഴക്കാട്ടിരിയും വെള്ളൂർക്കാരും വെള്ളാട്ടരയും താനൂർക്കാരുണ്ട് താനൂരും കരുവാരക്കുണ്ടുണ്ട് പയ്യനാടും പെരുമ്പാശി പേടിച്ചിട്ട് പലചേരി തിരിഞ്ഞ് അരുക്കേറ്റ് കൂട്ടുകാരൻ അയ്യപ്പനും പിടഞ്ഞ് ഓടിയട്ട കൊമ്പന്മാര് വിജയിച്ചതറിഞ്ഞ് തളർന്നാണ് ജനം തല്ലി പിരിഞ്ഞാണ് അപ്പളേ എല്ലാരും കണ്ടില്ലേ ഇതൊക്കെ അല്ലേ നമ്മൾ ആസ്വദിക്കേണ്ടത് നമ്മളെ കുട്ടികളെ കൂട്ടിക്കൊണ്ടേ കാണിക്കേണ്ടത് അതന്നെ നമ്മുടെ നാട്ടിലെ പെരുന്നാളും ഓണവും ഉത്സവവും ഇതുപോലുള്ള എല്ലാ ആഘോഷങ്ങളൊക്കെ നമ്മൾ കുട്ടികളെയും കൂട്ടി ഒരുമിച്ച് ആഘോഷിക്കണം, ആസ്വദിക്കും വേണം, സന്തോഷിക്കും വേണം ഇതില്. ആ ഇപ്പോഴേ നമ്മളെ കുട്ടികളും മക്കളും ഒക്കെ മതവും വർഗീയതയും ഒന്നും ഇല്ലാതെ വളരുള്ളൂ. സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ട് വളർത്തി പോയി. ശരിയല്ലേ ചേട്ടന്മാരെ ചേച്ചിമാരെ? പിന്നെ